BLM കേരള തമിഴ്നാട് പോണ്ടിച്ചേരി. തമിഴ്നാട്ടിൽ അനധികൃത രാഷ്ട്രീയ ഫണ്ട് പിരിവിന്റെയും കടക്കൽ കത്തിവെച്ച് മുഖ്യമന്ത്രി ജോസഫ് വിജയ്. ഔദ്യോഗിക മദ്യവിൽപ്പന സ്ഥാപനമായ ടാസ്മാസ്ക്, അതായത് തമിഴ്നാട് സ്റ്റേറ്റ് മാർക്കറ്റിംഗ് കോർപ്പറേഷൻ വഴിയുള്ള അനധികൃത രാഷ്ട്രീയ ഫണ്ട് പിരിവ് പൂർണ്ണമായും തടയാൻ മുഖ്യമന്ത്രി ഉന്നത ഉദ്യോഗസ്ഥർക്ക് കർശന നിർദ്ദേശം നൽകിയതാണ് വിവരം. മദ്യവിൽപ്പനയിൽ കൂടി ലഭിക്കുന്ന ഓരോ രൂപയും സംസ്ഥാന ട്രഷറിയിൽ എത്തുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചതായി റിപ്പോർട്ടിൽ പറയുന്നു. DMKയുടെ കാലത്ത് ടാസ്മാസ്ക് ദുരുപയോഗം ചെയ്തതിനെക്കുറിച്ചുള്ള അന്വേഷണം ഉടൻ ഉണ്ടാകുമെന്നും റിപ്പോർട്ടിലുണ്ട്. ടാസ്മാസ്കിൽ നിന്ന് അനൗദ്യോഗികമായി വലിയൊരു തുക പാർട്ടി ഫണ്ട് എന്ന പേരിൽ ചേർത്തുന്നതായി മുതിർന്ന ഉദ്യോഗസ്ഥർ മുഖ്യമന്ത്രി ജോസഫ് വിജയിയെ അറിയിച്ചിരുന്നു. പ്രതിമാസം 102 കോടിയിലേറെ രൂപയോളം ഇത്തരത്തിൽ പാർട്ടി ഫണ്ട് എന്ന തരത്തിൽ ടാസ്മാസ്കിൽ നിന്ന് കൈമാറ്റം ചെയ്യപ്പെടുന്നുവെന്നാണ് റിപ്പോർട്ട്. കഴിഞ്ഞ 5 വർഷത്തിനിടെ സംസ്ഥാന ഖജനാവിൽ നിന്ന് ഇത്തരത്തിൽ 1600 കോടിയോളം രൂപ വകമാറ്റിയിട്ടുണ്ടെന്നും സർക്കാർ കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട്. ഒരു കേസ് മദ്യത്തിന് ഏകദേശം 90 രൂപ എന്ന നിലയിലായിരുന്നു പാർട്ടി ഫണ്ട് വകമാറ്റിയിരുന്നത്. ഒരു കേസ് ബിയറിന് 40 രൂപയും ഒരു കേസ് വൈനിന് 20 രൂപയും മന്ത്രിമാരുടെയോ രാഷ്ട്രീയ പാർട്ടികളുടെയോ ഫണ്ടിലേക്ക് ആയിരുന്നു ഇവ പോയിരുന്നെന്ന് മുതിർന്ന ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ദീർഘകാലമായി തുടർന്നു വരുന്ന ഇത്തരം അനൗദ്യോഗിക പണപ്പിരിവ് നിർത്തിവെക്കണമെന്നും സംസ്ഥാനത്തുടനീളമുള്ള ടാസ്മാസ്ക് ഔട്ട്ലെറ്റുകളിൽ പ്രവർത്തനം സുതാര്യമാക്കണമെന്നും മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സംസ്ഥാനത്തുടനീളം രജിസ്റ്റർ ചെയ്ത 4048 ഔട്ട്ലെറ്റുകളാണ് ഉള്ളത്. ടാസ്മാസ്ക് പ്രവർത്തനങ്ങളിൽ വിപുലമായ അഴിച്ചുപണിയാണ് സർക്കാർ ലക്ഷ്യം വെക്കുന്നതെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. TVK അധികാരത്തിലെത്തിയതിന് പിന്നാലെ സംസ്ഥാനത്തെ 717 ടാസ്മാസ്ക് മദ്യശാലകൾ പൂട്ടാൻ ഉത്തരവിട്ടിരുന്നു. ആരാധനാലയങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ബസ് സ്റ്റാൻഡുകൾ തുടങ്ങിയവയ്ക്ക് സമീപം പ്രവർത്തിച്ചിരുന്ന ഔട്ട്ലെറ്റുകൾക്കാണ് പൂട്ട് വീണത്. വലിയ രീതിയിലുള്ള സാമ്പത്തിക നേട്ടം ഉണ്ടായിട്ടും പൊതുജനക്ഷേമം കണക്കിലെടുത്ത സർക്കാർ നടത്തിയ നീക്കം ജനങ്ങൾക്കിടയിലും സ്വീകാര്യത നേടിയിരുന്നു. മദ്യവരുമാനത്തിൽ പ്രതിവർഷം 8000 കോടി രൂപയുടെ കുറവാണ് ഇതുമൂലം സർക്കാരിനുണ്ടാവുക. BLM കേരള തമിഴ്നാട് പോണ്ടിച്ചേരി.